ടോമി, ടോമി, എന്താ ഒരു ശബ്ദം? ഞാനൊരു മുട്ട പൊട്ടിച്ചത്, അത് ഇപ്പൊ ഓംലെറ്റ് ആയി. അതല്ല, വലിയൊരു ഒച്ച കേട്ടത്. ഒരു മുട്ട പൊട്ടിച്ചത് ഇത്രയും വലിയ ഒച്ചയോ? ടോമി, കാര്യം ചോദിക്കുമ്പോ ഒരുമാതിരി. പിന്നെ ഈ ഒച്ചയൊക്കെ ആ പ്രേതത്തിന്റെ വേലയാണെന്ന് ഇനി ഞാൻ പറഞ്ഞിട്ട് വേണം. എനിക്കറിയാമെങ്കിലും ഞാൻ പറയത്തില്ല. ലോകത്ത് എവിടെയും നടപ്പില്ലാത്തൊരു ഗേൾ ഫ്രണ്ട് അല്ലേ, അനുഭവിച്ചോ? കുട്ടികൃഷ്ണ, അലറി വിളിക്കണ്ട. ആ ഫോട്ടോ കത്തിച്ചത് ഞാനാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആ പെണ്ണിന്റെ ഫോട്ടോയുടെ ചന്തം നോക്കി നിൽക്കണോ? റോസി, നിനക്കെല്ലാം തമാശയാണ്. എനിക്കല്ല, ബാലുവിന് തമാശ. എന്നെ, എന്റെ സ്നേഹത്തെ. അല്ലെങ്കിൽ പറ, ആരാ ഇവൾ? അഞ്ജലി, ഞാൻ കെട്ടാൻ പോകുന്ന, എന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ്. ഞങ്ങൾ സ്നേഹത്തിലാണ്. അപ്പോ ഇത്രയും കാലം ഞാൻ എന്തിനാ നിങ്ങളെ സ്നേഹിച്ചത്? ഒരു നിഴല് പോലെ നിങ്ങളുടെ പുറകെ നടന്നത്. ഒരു ദുരന്ത പ്രണയകഥയിലെ നായികയാക്കി ആദ്യം വിധി എന്നെ ചതിച്ചു. ഇപ്പോ അഞ്ജലിയോടൊപ്പം ചേർന്ന് ബാലു എന്നെ ചതിക്കുക. റോസി, നീ എന്തൊക്കെയായി പറയുന്നത്? സ്നേഹിച്ചതിന്റെ പേരിൽ ഇനിയും ചതികൾ ഏറ്റുവാങ്ങാൻ മനസ്സല്ല എനിക്ക്. ബാലു, ബാലുവിന് എനിക്ക് വേണം. ബാലുവിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണും കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല. ബാലു എന്റേതാണ്, എന്റേത് മാത്രം. എങ്ങോട്ട് പോയി? എന്താ ബാലു? ഒന്നുമില്ല. അല്ല, എന്തോ പ്രശ്നമുണ്ട്. മുഖം കണ്ടാൽ അറിയാം. അവൾ ഉപദ്രവിച്ചോ? എങ്കി പറ. എന്റെ കയ്യിൽ ഒരു 5-6 ഇരുപത്തി നമ്പർ ഉണ്ട്, വേണേ ഇറക്കാം. ഒരു നമ്പർ വേണ്ട, ആളെ വെറുതെ വിട്ടാ മതി. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. പാമ്പും കൂട്ടിക്കിടന്ന പാമ്പ് വേലായുധൻ ഒടുവിൽ പാമ്പ് കടിച്ചു എത്തൂ എന്ന് പറഞ്ഞ പോലെയായി. എന്ന് വെച്ചാ സാറിന്റെ ക്ലോസ് ഫ്രണ്ടായ പ്രേതം സാറിനെ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്ന്. ഇല്ല, ഇനി അവൾ ആരെ ഉപദ്രവിക്കില്ല. ഈ യക്ഷിയെ ഞാൻ ഒതുക്കിത്തരാം. ഒതുക്കാൻ പോണോ എന്റെ കോലം? എടോ, താൻ കളിയാക്ക. കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്കെന്ന് പുലികളോടും സിംഹങ്ങളോടും മല്ലിട്ട് ഫോട്ടോ എടുത്തവരായി കേക്കെ. എനിക്കിട്ട് അവൾ ഒരുപാട് പണി തന്നതല്ലേ. ഏത് കോപ്പിലെ യക്ഷിയാണെങ്കിലും ഞാൻ അവളെ ഒതുക്കും. പേടിച്ചു പോയോ? നട്ടപ്പാരയ്ക്ക് സെമിത്തേരിയിൽ കിടന്ന് ഉറങ്ങി ശീലിച്ചവനാ തൊമ്മി. എനിക്കൊരു പിശാചിനെയും പേടിയില്ല. അയ്യോ, നാട്ടുകാരെ ഓടി വരലേ, രക്ഷിക്കലേ. നല്ല വിഷ്വൽസ്, 2 സ്നാപ്പ് എടുക്കാമായിരുന്നു. മനുഷ്യനിവിടെ ചാവാൻ പോകുമ്പോഴാ അവരുടെ ഒരു ഫോട്ടോ എടുപ്പ്. ശരിയാണല്ലോ. എടാ ബാലു, ഓടി വാടാ, ഞങ്ങളൊന്ന് താഴേക്ക് ഇറക്കി. ഞങ്ങളെ രക്ഷിക്ക് ബാലു. നിങ്ങൾ എങ്ങനെ അവിടെ എത്തി? ഫ്ലൈറ്റിന് വന്നിറങ്ങി. ചോദ്യം കേട്ടില്ലേ? എടാ, എത്തിയതല്ല, എത്തിച്ചതാ നിന്റെ യക്ഷി എയർവേസ്. സാറേ, എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തലയിറങ്ങി വീഴും. സാറിന് കോടി പുണ്യം കിട്ടും. അതെ അതെ, സൂക്ഷിച്ചിറങ്ങ്. നിന്നോടാ. ഓ, പതുക്കെ ഇറങ്ങണേ. എനിക്ക് ഏണി കൂടി ഇറങ്ങി നല്ല പരിചയമുള്ളതാ. നീ സൂക്ഷിച്ചിറങ്ങിയ. ഏണി വേണ്ടായിരുന്നു. ബാലു, ഇത് സംഗതി ആകെ സീരിയസാ. വർമ്മസാറും കുടുംബവും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ടേ അല്ല. അതാ ബുദ്ധി. അസലായി. എങ്കിൽ പിന്നെ ആ മഹേന്ദ്രവർമ്മയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായല്ലോ. എന്നെ തൂക്കി വെളിയിറങ്ങിട്ട് ആ ബോംബെക്കാരി കൊട്ടാരടിച്ച് നിരപ്പാക്കും. അതുകൊണ്ട് ആ പ്രേതത്തിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതിനെ മടക്കി അയക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അതിന് റോസി എവിടെ? പിണങ്ങിപ്പോയില്ലേ? വർമാജി അഞ്ജലിയൊക്കെ ഇന്നെത്തും. അവരിതൊക്കെ അറിഞ്ഞ. ബാലു, ഇനി എന്തൊക്കെയാണ് അവ സംഭവിക്കാൻ പോണത്?
ഫോണാ? വേണ്ട, ഫോണൊന്ന്. അതെനിക്ക് മനസ്സിലായി. ഹലോ ഹലോ, റോങ് നമ്പർ. കേക്കേ കേക്കേ. ഓ, എളവന്നൂർ ഭഗവതി കാത്തു. 7:30 വെളുപ്പിന് പുറപ്പെട്ടതാ, ഒരുവിധം എത്തിന്ന് പറഞ്ഞാ മതി. ആ, നിങ്ങൾ ഇറങ്ങണില്ലേ? എന്താ ഇത്? എന്താ പെട്ടെന്ന് ഇങ്ങനെ? പേടിക്കണ്ട, കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെയാ കാറ്റും കോളും ഒക്കെ. വരൂ, അകത്തേക്ക് പോവാം. രാവിലെ പോയാ മതി. ശരി. അയ്യോ, കറണ്ടും പോയി. കറണ്ട് പോയി എന്തിരിക്കുന്നു? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ അശ്രീകരങ്ങളാ. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, ടയർ പഞ്ചറായി, പെട്രോൾ തീർന്നു, ഒരു ബസ് വായിക്കുന്നു ഒരസി. നോക്കി പോയി വിളക്ക് കത്തിക്ക്. കേക്കേ ചെല്ല്. താൻ ഇവിടുത്തെ കുക്കല്ല, താൻ ചെല്ല്. കേക്കേ ചെല്ല്, താൻ ചെല്ല്. ഒന്ന് പോണോ? പാലു ഇത് അവളാ. അവള് രണ്ടും കൽപ്പിച്ച. തന്നോട് ചോദിച്ചില്ല. നിങ്ങൾ അകത്തേക്ക് പൊയ്ക്കോ, ഞാനിപ്പോ വരാം. കേറി പോവാൻ. എങ്ങോട്ടാ തനി നേരത്ത്? റോസി, നിനക്കെന്ത് പറ്റി? അവൾ വന്നൂല്ലേ എന്നെ തോൽപ്പിക്കാൻ? റോസി, ഇല്ല, അവളോടൊപ്പം ജീവിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. റോസി, നീ സ്വാർത്ഥയാ, അതുകൊണ്ടാ. ഒന്ന് നീ ഓർക്കണം, ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല. അറിയാം, നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല, ഇനി ഒരിക്കലും സ്നേഹിക്കാനും കഴിയില്ല. പക്ഷെ ഞാൻ ഒരാളെ മാത്രമേ ഈ ഭൂമിയിൽ സ്നേഹിച്ചിട്ടുള്ളൂ, നിങ്ങളെ. റോസി, ഞാനൊരു മനുഷ്യനാണ്, നീ ഒരാത്മാവും. ശരിയാ, നിങ്ങളുടെ ലോകത്ത് ഒരാത്മാവിന് സ്ഥാനമില്ല. പക്ഷേ ആത്മാവായ എന്റെ ലോകത്തേക്ക് നിങ്ങൾക്ക് വരാം. മനുഷ്യനും ആത്മാവും തമ്മിലല്ലേ ചേരാകുള്ളൂ. ആത്മാവും ആത്മാവും തമ്മിൽ ചേരുമല്ലോ. എനിക്ക് നിങ്ങളുടെ ആത്മാവ് മതി. റോസി, വേണ്ട. വേണം, എനിക്ക് വേണം. അതിന് തടസ്സം നിൽക്കുന്നത് അവളാണെങ്കിൽ അവളെ ഞാൻ കൊല്ലും. ഒന്ന് കയറി പോന്നുണ്ടോ? ഇത് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാ. ആണുങ്ങൾ കുളിച്ചു കരുതി ഈ അരുവി നീരാവിയായി പോകുന്നില്ലല്ലോ. വരൂ, വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കുളിക്കാം. സൂക്ഷിച്ചു മതി. ഞാനിവിടത്തെ മൂപ്പന്റെ മോളാ. ഏത് മൂപ്പരുടെ? മൂപ്പരുടെ അല്ല, കാട്ടുമൂപ്പന്റെ. ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട്. എന്നെ കണ്ട ഏത് മൂപ്പന്റെ മകനാണെന്ന് പലരും ചോദിക്കാറുണ്ട്. എന്താ പേര്? സുഗന്ധി. അതാ നല്ല മണ. ഇതൊക്കെ ഒരു നിമിത്തമാണ് സുഗന്ധി.
ഞാൻ ഇവിടെ വരാനും സുഗന്ധിയെ കാണാനും. ഇനി ഏതായാലും സുഗന്ധി നീരാട്ട് കഴിഞ്ഞു പോയാ മതി. കിണറും കുളിമുറിയും ഒന്നുമില്ല ഞങ്ങൾക്ക്. കുളിക്കാതെ പോവാനും പറ്റില്ല. എന്റെ ദേവാരം കഴിഞ്ഞു. എന്താ പേര്? കുട്ടികൃഷ്ണൻ. ഫോട്ടോഗ്രാഫറാ. 16-നും 26-നും ഇടയ്ക്കുള്ള സുന്ദരിമാരുടെ ഫോട്ടോസ് എടുക്കല എന്റെ ഹോബി. ഈ സീനറിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ സുഗന്ധിയുടെ ചില ഫോട്ടോസ് ഞാൻ എടുത്തോട്ടെ? പക്ഷെ അതിനു മുമ്പ് കുട്ടികൃഷ്ണന്റെ പ്രാണൻ ഞാൻ എടുക്കും. അല്ല, കുട്ടികൃഷ്ണനെ എനിക്ക് പ്രാണനാണെന്ന് പറയായിരുന്നു. എന്ന് സുഗന്ധിയെ പോലെ സുന്ദരിമാരായ പെൺകുട്ടികളുടെ ഫോട്ടോസ് എടുത്ത് അതിങ്ങനെ വലുതാക്കി നിരത്തി വെച്ച് കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. കുട്ടികൃഷ്ണനെ പോലെ സുന്ദരന്മാരായ പുരുഷന്മാരുടെ തല വെട്ടിയെടുത്ത് മുന്നിൽ വെച്ച് ആ മുഖത്ത് പൗഡർ ഇട്ട് ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കാൻ എനിക്കും വലിയ ഇഷ്ടമാ. എന്തേ? ഒന്നുമില്ല, ഒരു ദാഹം പോലെ. എനിക്കുണ്ട് കുട്ടികൃഷ്ണ ദാഹം, തീരാത്ത ദാഹം. ഒന്ന് തെളിച്ചു പറ സുഗന്ധി, എന്തിനുള്ള ദാഹമാ? കുട്ടികൃഷ്ണന്റെ ചോര കുടിക്കാനുള്ള ദാഹം. അതെ, നിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്ന് കുടൽമാല പുറത്തെടുത്ത് കടിച്ചു കീറി ചോര കുടിക്കാനുള്ള ദാഹം. ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോകണമെന്നുണ്ട് നിനക്ക്. എങ്കിൽ കൂട്ടുകാരനോട് ചെന്ന് പറഞ്ഞേക്ക് റോസ് ഇവിടെ തന്നെ ഉണ്ടെന്ന്, ഈ പരിസരം വിട്ട് എങ്ങും പോയിട്ടില്ലെന്ന്. അവനെ ഞാൻ കൊണ്ടുപോകും. നീ അടക്കം എല്ലാവരെയും കൊന്നു ചോര കുടിച്ചിട്ടാണെങ്കിലും. അയ്യോ, ഞാൻ പ്രേതമല്ല, ഒറിജിനലാ. ഞാൻ വിശ്വസിക്കില്ല. സത്യം പറ, നീ റോസിയല്ലേ എന്ന്? അതെ, ഞാൻ റോസിയാണെങ്കിൽ റോസി. പക്ഷെ ഒരു കാര്യം, പഴയതുപോലെ പ്രേതമാണെന്നും കോപ്പാന്നും പറഞ്ഞു ഒച്ച വയ്ക്കരുത്. ഇവിടെ വേറെ ആൾക്കാരുള്ളതാ. തനിക്ക് അത്ര പേടിയാണെങ്കിൽ എന്തോടവാ, ഒളിച്ചിരിക്കാൻ പറ്റിയ രഹസ്യമായ സ്ഥലം ഞാൻ കാണിച്ചു തരാം. തനിക്ക് അത്ര പേടിയാണെങ്കിൽ എന്തോടവാ, ഒളിച്ചിരിക്കാൻ പറ്റിയ രഹസ്യമായ സ്ഥലം ഞാൻ കാണിച്ചു തരാം. കർത്താവെ, കുറെ കാലമായിട്ട് ഞാനിത് സഹിക്കുന്നു. ഇതെന്റെ ഐഡന്റിറ്റിയുടെ പ്രശ്നമാണ്. പട്ടി, ഇന്ന് നിന്നെ ഞാൻ വെട്ടിക്കേറും. അയ്യോ, സോറി കുട്ടീഷ്ണ. അയ്യോ, എന്താ തമ്മി? പിന്നെ അരച്ച സാധനം കറിക്ക് അടുപ്പത്ത് വെച്ചേക്ക്, ഞാനിപ്പോ വന്നേക്കാം. എന്താ? അമ്മേ, കുട്ടീഷ്ണനും തൊമ്മിയും തമ്മിൽ പൊരിഞ്ഞ ഓട്ടാ. തല്ല് നടക്കുന്ന തോന്നണേ. കുട്ടികൃഷ്ണൻ എന്തെങ്കിലും ഒപ്പിച്ച് കാണും. അതവന്റെ ജാതകത്തിലുള്ളതാ. രണ്ടും തമ്മിൽ ചേരും. അമ്മേ, ഒരു മുയല്. അതതിന്റെ പാട്ടിന് പൊയ്ക്കോട്ടെ. ഹലോ, എന്താ വേണ്ടേ? കണ്ടോ, കറിക്ക് അറിയാൻ വെച്ച സാധനം എടുത്ത്. മോളെ, ദൂരെ എങ്ങും പോവല്ലേ? അമ്മേ, എത്തിയോ? അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കൊള്ളാവോന്ന് അമ്മ തന്നെ നോക്ക്. എന്താ അത്? ഒന്നുമില്ല, ഒരു സാധനം. എന്തായാലും പറഞ്ഞൂടെ? ഏയ്, അതിന് മാത്രം ഒന്നുമില്ല. ഇത്തിരി രാസനാദിപ്പൊടിയാ. ഇത്രയും വലിയ പൊതിയില് മുഴുവൻ രാസനാദിപ്പൊടിയാ? ഈ അമ്മ, എനിക്ക് അറിഞ്ഞൂടെ നിന്നെ? അവക്ക് എന്തോ വാങ്ങിയതാ നീ. ഇത്തിരി മുല്ലപ്പൂവാ, വഴി കണ്ട് കൊതിച്ച് വാങ്ങിയതാ. ഇനി ഇത് അമ്മ തന്നെ കൊടുത്താ മതി. അതിന് അവൾ ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? കാട്ടിൽ നിന്നെങ്ങാണ്ട് ഒരു മുയൽ ഇവിടെ വന്ന് കയറി. അതിനെ പിടിക്കാൻ പുറകെ പോയിരിക്കാ.
ഇപ്പോഴും കൊച്ചു കുട്ടിയാണെന്നാ വിചാരം. നിക്ക് നിക്ക് നിക്ക്. എവിടെ പോയി? എന്താ ഇവിടെ? ബാലോട്ട ഒരു മുയല് ദേ ഈ വഴിയാ പോയത്. നാശം നാശം, എങ്ങോട്ടെങ്കിലും പോട്ടെ, വാ. ബാലോട്ടിനെന്താ വല്ലാതെ? അത് പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒറ്റയ്ക്ക് ഇങ്ങോട്ടൊന്നും വരരുതെന്ന്? എന്നോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു, വാ.